ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ അവർ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് യാദൃശികമായിട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണം. നിങ്ങളുടെ വ്യക്തിയെ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു റീഡിംഗ് മുന്നോട്ടേക്ക് കാണാനായിട്ട്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിക്ക് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Hanged Man, Queen of Swords, Knight of Pentacles, Ten of Swords, Knight of Cups, Sun Energy, Eight of Wands, Six of Pentacles, Three of Cups, Four of Swords, Eight of Swords, Ace of Swords, Six of Cups, the Fool Energy, Empress, Knight of Wands, Three of Wands, Queen of Wands. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാണ്ട്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിങ്ങളൊരു അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് വരാനുള്ള സാഹചര്യം അതെന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ഈ ഒരു ബന്ധം ഇനി മുന്നോട്ടേക്ക് വേണമെന്നുള്ള രീതിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ വരാൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് എഫേർട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ ഒന്ന് പാച്ചപ്പ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു തണുപ്പൻ പ്രകടനമായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവര് സ്റ്റക്ക് ആയിരിക്കും. അവർ ഒന്നും തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളും കൂടുതലായിട്ട് എഫേർട്സ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ട്രസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജി തന്നെ രണ്ട് രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്ന ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന സെവൻ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ കുറച്ചധികം സ്റ്റക്ക് ആയിരുന്നെങ്കിൽ പോലും അവരുടെ ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന രീതികൾക്ക്
ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എനർജിയിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് സംഭവിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവര് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് എഫേർട്ട് എടുക്കാൻ താല്പര്യം ഇല്ലാതിരുന്ന് മാറി നിന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടേതായ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതികൾക്ക് പോലും പോസിറ്റീവായിട്ട്, അതായത് നിങ്ങളുടെ ബന്ധത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്കുള്ള ചിന്തകൾക്ക് മാറ്റങ്ങൾ കുറിക്കാനുള്ള കാരണം. മാത്രമല്ല ഇവരുടെ സേക്രൽ ചക്രയൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അവർ അട്രാക്ട് ചെയ്യാണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളത്. കാരണം ഇവരിൽ ഒരു കൺഫ്യൂഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വിഷമം, വേദനകളൊക്കെ ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്സ് എടുത്ത് പുറകെ നടന്നിട്ട് ഇപ്പൊ ഇവരായിട്ടാണല്ലോ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നത്. അപ്പൊ ഇപ്പൊ ഇവർക്ക് മനസ്സിൽ ആഗ്രഹങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവര് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുപാട് പുറകെ നടന്നിട്ടും അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഫോക്കസ്ഡ് ആയി മാറി പോകരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവരുടെ എനർജിയിലേക്ക് ഇവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. ബന്ധത്തിൽ എല്ലാ രീതിയിലും ഒരു റീബർത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ ഇവർ തയ്യാറുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കുക, ആരുടെയും സഹായമോ കാര്യങ്ങളോ ആവശ്യമില്ലാതെ. ആരുടെയും സഹായം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനർജി ഒക്കെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതുള്ള ഒരു സാന്നിധ്യം റിലേഷൻഷിപ്പിൽ ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് പാച്ചപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെയും ആവശ്യമില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്നുള്ള രീതിക്കൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒരു സമയത്ത് സ്വന്തം intuition അനുസരിച്ച് സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല രീതിക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. ചിലപ്പോ എന്താ പറയാ, പല ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സനുസരിച്ച് മാത്രമേ ഇനി റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാവൂ എന്നുള്ള രീതിക്കാണ്. സ്വന്തം നിലപാട് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. കാരണം ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന ഈ ഒരു പെയിൻ, ഈ ഒരു വേദനകള്, ആ ഒരു വേദനകൾക്കെല്ലാം ഇനിയെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് തന്നെ മടുത്തു എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഒരു വേദനയും താങ്ങിയാണ് ഇതുവരെ മുന്നോട്ടേക്ക് പോയിരുന്നത്. ഇവർ എത്രത്തോളം ഇമോഷൻസ് പുറത്തേക്ക് പ്രകടിപ്പിക്കാത്ത വ്യക്തികളാണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർക്കും വേദനയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ പ്രകടമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കുറ്റബോധം, കാര്യങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തി ഇവർ ഒരു എഫേർട്ടും എടുക്കാതിരുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ കുറ്റബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇമോഷൻസ്, ഇവരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവര് എന്തൊക്കെ ഫീലിങ്സ് ഉള്ളിലുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അപാര കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇവരുടെ മനസ്സ് വായിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയൊക്കെ ഒരു പേഴ്സൺ ആണോ നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹം ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മാറി നിൽക്കുന്നത്, അപ്പൊ ഇവർക്ക് ഒരു ഫീലിങ്സും ഇല്ലേ എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തായാലും ആ ഒരു കുറ്റബോധം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ ഇനിയും അത് മുന്നോട്ടേക്ക് അവർ കൊണ്ടുപോകാൻ തയ്യാറല്ല. ഈ ഒരു സാഹചര്യങ്ങൾക്ക് സ്വയമേ തന്നെ എഫേർട്ട് എടുത്ത് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇവിടെയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും മജീഷ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും വിട്ടു പോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പ്രകടമാണ് ഇവിടെ. ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, മാറി നിൽക്കുകയാണെങ്കിലും നിങ്ങൾ തന്നെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്നുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ നിങ്ങളെ പൂർണ്ണമായും വിട്ടുകളയാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്ന ഒരു സ്റ്റേജ് അവർ മാറ്റുകയാണ്. കാരണം അവരുടെ ആ ഒരു നിലപാടുകൾക്ക്, കാഴ്ചപ്പാടുകൾക്ക് ഒക്കെ വ്യത്യസ്തത വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ അവർ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല ചെയ്യുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നൊരു മെന്റാലിറ്റിയും കൂടിയാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ബിഗിനിങ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു റീബർത്ത് തന്നെയാണ് ഇവർ മനസ്സുകൊണ്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾക്ക്, ചിന്താഗതികൾക്ക് എല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരു ബന്ധത്തെ കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണോ കൊണ്ടുവരേണ്ടത് ആ ഒരു രീതിയിലേക്കൊക്കെ
ഇവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്. അതിപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻ ആയിക്കൊള്ളട്ടെ, അതെല്ലാം എടുക്കാൻ തയ്യാറാണ്. മാത്രമല്ല സത്യസന്ധമായ രീതിയിൽ തന്നെ ഇതിനകത്തൊരു വിജയം കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെയും കൂടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഇവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ എന്തെങ്കിലും രീതിയിലൊക്കെ ഒരു പെയിനോ അല്ലെങ്കിൽ തിരിച്ചറിവോ ഇവർക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ആ ഒരു രീതി കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇവർ ഇമോഷൻസോ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരുടെ ഇമോഷൻസ് ഇവർ പുറത്തേക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഈ ഒരു കാര്യത്തിലും. ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സണ് ഇവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആരൊക്കെ ചുറ്റിനുണ്ടെങ്കിലും അവർക്ക് അതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല എന്നൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആവാനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ ഇവരുടെ ലൈഫിൽ മറ്റാരും ഇവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവുകളൊക്കെ ഇവർക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ആ ഒരു സമയമെടുത്ത് ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ഇവർ എന്തായാലും ബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്തിന്റെ പേരിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഈ ഒരു വ്യക്തി മാറിപ്പോയിരിക്കുന്നത് ആ ഒരു സാഹചര്യങ്ങൾ ഇവിടെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളുടെ പുറകെ പോയ വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അതെല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ നിങ്ങളിലേക്കുള്ള തിരിച്ചു യാത്രയിലാണ്. ആ ഒരു തിരിച്ചുയാത്രയിൽ അവർക്കൊന്നും അവിടെ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാൾ കൂടുതൽ വാല്യൂ ഇപ്പോ നിങ്ങളെയാണ് എന്നുള്ള രീതിക്കൊക്കെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട്. കാരണം അർഹതപ്പെട്ട സ്നേഹം അത് നിങ്ങളിലേക്ക് എല്ലാ രീതിയിലും തരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറാണ്. മാത്രമല്ല ഇവർക്കൊരു ഒറ്റപ്പെടല് ഇവരുടെ ജീവിതത്തില് അതായത് ഇവരുടെ ആ ഒരു ലൗകിക ജീവിതത്തില് വൈകാരികപരമായ ജീവിതത്തില് ഇവർക്കൊരു ഇണ വേണം അല്ലെങ്കിൽ ഒരു തുണ വേണം. ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ വേണം. മെന്റൽ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് തന്നെ ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. അപ്പൊ എന്തിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവർക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമീപ്യത്തിനായിട്ട് അവരായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ അവർക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് നേരത്തെ തന്നെ ഒരുപാട് എഫേർട്സ് ഒക്കെ എടുത്ത് ഇത് നന്നാക്കി എടുക്കാമായിരുന്നു. പക്ഷെ അന്നൊന്നും അവർ സ്വന്തം ഇമോഷൻസ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഒരു രീതിയിലും അവർ ശ്രമിച്ചില്ല. അത് അവരുടെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ കറുത്ത മറ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സത്തെ എല്ലാം പൂർണ്ണമായും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് എത്തുക. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു സമയം അവരെങ്ങനെയാണോ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടു കൂടി തന്നെ ഇപ്പോഴും അവർ കടന്നു വരാൻ തയ്യാറാണ്. കാരണം അവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം പൂർണ്ണമായും വറ്റിപ്പോയിട്ടില്ല. അവരുടെ ആ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ അതെല്ലാം തിരുത്താനായിട്ട് അവർ തയ്യാറാണ്. കാരണം ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരു വെളിച്ചം വേണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വരാനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു വെളിച്ചമാണ് നിങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ രണ്ടുപേരും ഒരുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ബന്ധത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി സ്വയമേ തയ്യാറെടുക്കുകയാണ്. ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കുകയാണ്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. ആ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടി നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇവർ വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളും ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലവരുടെ കേസിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ഒരു കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം അതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ഇവർ തയ്യാറാണ്. കാരണം നിങ്ങളെ ഇനിയിപ്പോ മറ്റെന്ത് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ലൈഫിൽ നിന്ന് നിങ്ങളെ മാറ്റി വെക്കുക എന്നുള്ളൊരു കാര്യം ഇവർ ആഗ്രഹിക്കുന്നില്ല. പകരം അത്രയും ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലും സാഹചര്യം നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സോൾവ് ചെയ്ത് പക്ഷെ നിങ്ങളെ ചേർത്ത് പിടിക്കുക എന്നൊരു മെന്റാലിറ്റി തന്നെയാണ് ഇവരിലുള്ളത്. അപ്പൊ നിങ്ങളിലേക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കുക. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, സെലിബ്രേഷൻ കൊണ്ടുവരിക. ചിലപ്പോൾ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഇവരൊരു കമ്മിറ്റ്മെന്റ് ഒന്നും തരാതെ മാറിപ്പോയവരൊക്കെ ആണെങ്കിൽ എഗെയിൻ അവർ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നൽകി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. പഴയ കാലങ്ങളെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. ഇവരുടെ മനസ്സ് മുഴുവനും ആ ഒരു പാസ്റ്റ് ലൈഫിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്ത യാത്രകള്, നിങ്ങൾ എന്താ പറയാ ഒരുമിച്ച് ചെലവഴിച്ച നിമിഷങ്ങള്, ചെറിയ ചെറിയ മൊമെന്റുകൾ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് വളരെ precious ആയിട്ട് നിങ്ങളും കരുതിയിട്ടുണ്ടാകും, ഇവരും കരുതുന്നുണ്ട്. അപ്പൊ ആ ഇവര് കരുതുന്ന ഓർമ്മകളെ എല്ലാം ഇവര് വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ്. അപ്പൊ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഇവർക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റീബർത്തിലൂടെ വീണ്ടും ആ ഒരു പഴയ കാലം പോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് എല്ലാം റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്നുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്, എല്ലാ രീതിക്കും ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാ രീതിയിലും നിറയുന്നതായിരിക്കണം. ഇപ്പൊ ചിലവരുടെ കാര്യത്തിൽ കമ്മിറ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു, ചിലവരുടെ കാര്യത്തിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ചിലവര് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഇവർ അതേക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. ആ ഒരു കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ആ ഒരു പഴയ കാലമൊക്കെ വീണ്ടെടുക്കണം എന്നൊരു ചിന്തകൾ വരുന്നുണ്ട്. എല്ലാ രീതിയിലും ഇവർ ആ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇവർ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിങ്ങളാണ്. അപ്പൊ അവർക്ക് ആ ഒരു യാത്ര എല്ലാ രീതിയിലും അവർ okay ആണ്. ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയാണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് വാണ്ട് എനർജി എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കിക്കാണുന്ന വ്യക്തികളാണ്. ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ അത്രയും നിങ്ങളെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കണ്ട ഒരു വ്യക്തിയൊക്കെ ആയിരുന്നിരിക്കും ഇവര്. അതേപോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവർ ഇപ്പൊ നിങ്ങളെ നോക്കി കാണുന്നത്. അപ്പൊ അവര് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ആയിക്കൊള്ളട്ടെ, തെറ്റിദ്ധാരണകൾ മാത്രമല്ല, ഒരു ബ്രേക്കപ്പിന് ശേഷം വീണ്ടും ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതായത് പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ പ്രസന്റ് സിറ്റുവേഷനിലേക്കോ ഫ്യൂച്ചറിലേക്കോ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർ മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവർ ആരായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെ ആയിരുന്നു. അത് അവരാണ് കണ്ടില്ല എന്ന് നടിച്ചത്. അപ്പൊ വീണ്ടും ആ ഒരു സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാനും എല്ലാ രീതിയിലും വീണ്ടും റിലേഷൻഷിപ്പിൽ ഒരു കണക്ഷൻ കൊണ്ടുവരാനും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി അവർ തന്നെ വിഷ് ചെയ്യുന്നുണ്ട്, അവർ തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന കാര്യങ്ങൾ, സ്പിരിച്വൽ കണക്ഷൻ എല്ലാം അവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ എഫേർട്ട് എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിൽ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു, ഒരു റീസ്റ്റാർട്ടിങ് ആവാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവർ നിങ്ങൾക്ക് മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ അത് നടക്കാനായിട്ട് പോകുന്ന അവസ്ഥയായിരിക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിലും നല്ലൊരു തുറന്ന സംസാരം, മനസ്സ് തുറന്നുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവരെന്തായാലും ഇവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് കടന്നു വരുന്നത്. കാരണം ഇവർക്ക് സാഹചര്യങ്ങളൊന്നും ഇപ്പൊ തടസ്സമല്ല. അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ആ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഇനി വേണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടുള്ള നിലപാടാണ് ഈ ഒരു ബന്ധത്തിന്റെ മുന്നോട്ടേക്കുള്ള ജേണിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ആ അർഹതപ്പെട്ട സ്നേഹം നിങ്ങളിലേക്ക് നൽകാനും നിങ്ങളുടെ ബന്ധത്തെ എല്ലാ രീതിക്കും ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും
നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറെടുക്കുന്നുണ്ട്. ആത്മാർത്ഥമായൊരു സ്നേഹം കാര്യങ്ങളെല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പഴയ കാര്യങ്ങള് നൊസ്റ്റാൾജിയാണിത്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക. അപ്പൊ ഓർക്കുമ്പോൾ ഒരു സന്തോഷം വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവരിലൊരു വേദനയും ഉണ്ടാകുന്നുണ്ട്. നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു നിമിഷങ്ങളെ കുറിച്ച് ഓർത്തും അവർ ഈ ഒരു സമയത്ത് വേദനിക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു വേദനകളിലൂടെ അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഇവിടെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാ രീതിയിലും അവർ സറണ്ടർ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ലെറ്റ് ഗോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്യാനും ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ വ്യക്തി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിലപാടുകൾക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഉറച്ചു നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം നിലപാടുകൾ പോലും അവർ മാറ്റാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. സത്യസന്ധമായ രീതിയിൽ തന്നെ ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ നയിക്കുക. അതിന് നയിക്കുക എന്ന് പറയുമ്പോൾ ഇവരായിട്ട് എഫേർട്ട് എടുക്കുക എന്നൊരു മീനിങ് കൂടിയാണത്. അപ്പൊ ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഇതുവരെ ഒരു ഡിസിഷൻ എടുക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ്. ഒരു ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളിലേക്ക് വെക്കാതെ ഇവരായിട്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നടക്കാനും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ വരാനും ഇവിടെ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങളും കൂടെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു വരാൻ പോകുന്നത്. ആ ഒരു സെലിബ്രേഷൻ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. സന്തോഷം നിറഞ്ഞ ആ ഒരു സെലിബ്രേഷൻ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ വളരെയധികം ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു നിന്നവരാണോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ഒരു നീതി തന്നെയാണ്. അർഹതപ്പെട്ട നീതി നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവര് ആ ഒരു പോസിറ്റീവായ എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു തുറന്ന സംസാരം ബന്ധത്തിൽ നടത്താനായിട്ട് മാക്സിമം ശ്രമിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് ഇവിടെ നോക്കാം. നമുക്ക് ക്ലൂസിന്റെ ആവശ്യമില്ല, സിറ്റുവേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ക്ലൂസും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് ഇവിടെ നോക്കാം. കാലിക്കറ്റ്, ജാനുവരി, കാസർഗോഡ്, ഡി എന്നൊരു ലെറ്റർ, വിശാഖം, എൻ എന്നൊരു ലെറ്റർ, 42, അക്വേറിയസ്, ഔട്ട്സൈഡ് കേരള, UAE, ഔട്ട്സൈഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, ടി എന്നൊരു ലെറ്റർ, 1988, ലിയോ, സോഡിയാക് സൈൻ ആണ്, 3 എന്നൊരു നമ്പർ, ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, 22, എച്ച് എന്നൊരു ലെറ്റർ, 36, ടി എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ മന്ത്, ഇടുക്കി, ഒ എന്നൊരു ലെറ്റർ, 44, ടോറസ്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് അതെല്ലാം പ്രധാനമാണ്. നിങ്ങൾ അതെല്ലാം കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.